നമ്മുടെ ഫോണിനകത്ത് നമ്മൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുള്ളത് ഗൂഗിൾ ജിമെയിലാണ്. കാരണം നമ്മുടെ ജിമെയിൽ കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ഒരിക്കലും നഷ്ടപ്പെടില്ല. നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയോ ഡാമേജ് ആയി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിനകത്ത് നമ്മൾ സേവ് ചെയ്ത കോൺടാക്റ്റുകൾ റിമൂവ് ആയി പോകും. നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡിനകത്ത് കോൺടാക്റ്റുകൾ സേവ് ചെയ്ത കോൺടാക്റ്റുകൾ റിമൂവ് ആയി പോകും. എന്നാൽ മെയിൽ ഐ ഡിയിൽ നമ്മൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുണ്ട്. നമുക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാലും മറ്റൊരു ഫോണിൽ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്ത് ആ നമ്പർ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇങ്ങനെ ഗൂഗിളിനകത്ത് നമ്മൾ സേവ് ചെയ്യുന്ന കോൺടാക്റ്റിനകത്ത് അധികം ആളുകൾക്കും അറിയാത്ത കുറച്ച് സെറ്റിങ്സുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് വേണമെങ്കിൽ മേർജ് ചെയ്യാനും, അതായത് ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ ആവശ്യമില്ലാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്ത് ഡിലീറ്റ് ചെയ്ത് പോയ കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനും, നമ്മുടെ ഫോണിനകത്തും അതുപോലെ തന്നെ സിം കാർഡിനകത്തും നിങ്ങൾ ഏതെങ്കിലും കോൺടാക്റ്റുകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗൂഗിളിലേക്ക് സേവ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒട്ടനേകം ഫീച്ചറുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അറിഞ്ഞു വെക്കണം. നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ഗൂഗിൾ സേവ് ചെയ്യുന്ന ആളുകളാണ്. ഈ സെറ്റിങ്സുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റുകൾ ഒരു നിലക്ക് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതെങ്ങനെ നോക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോൺടാക്ട്സ് എന്നുള്ള ഗൂഗിളിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്പ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള മുഴുവൻ പേരുകളും കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഏത് ഇമെയിൽ ഐ ഡിയിലാണ് നിങ്ങളുടെ കോൺടാക്റ്റ് സേവ് ചെയ്തതെന്ന് ഇവിടെ നിങ്ങൾക്ക് സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ മെയിൽ ഐ ഡിയും കാണും. ഏത് മെയിൽ ഐ ഡിയിലാണ് നിങ്ങളുടെ കോൺടാക്റ്റ് സേവ് ചെയ്തതെങ്കിൽ ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ മെയിൽ ഐ ഡിയിലുള്ള മുഴുവൻ കോൺടാക്റ്റ് ഇതുപോലെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും അവസാനം വലതുഭാഗത്ത് ഓർഗനൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മെയിൽ ഐ ഡിക്കകത്ത് 715 കോൺടാക്റ്റ് ഞാനിവിടെ സേവ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ അവസാനമായിട്ട് ഞാൻ സിങ്ക് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 2026 13 ഇവിടെ സിങ്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് എന്നാൽ ഗൂഗിൾ കോൺടാക്റ്റ് സിങ്ക് സെറ്റിങ്സിലുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലും നമ്മൾ സേവ് ചെയ്ത കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിം കാർഡിനകത്ത് നമ്മൾ സേവ് ചെയ്ത കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ താഴെ ആൾസോ സിങ്ക് ഡിവൈസ് ആൻഡ് സിം കോൺടാക്റ്റ് എന്നുള്ള ഭാഗത്ത് ഇതുപോലെ ഈ ഒരു ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് സേവ് ചെയ്ത കോൺടാക്റ്റൊക്കെ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ സിം കാർഡിനകത്ത് നിങ്ങൾ ഏതെങ്കിലും കോൺടാക്റ്റുകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സേവ് ചെയ്ത കോൺടാക്റ്റൊക്കെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആകുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അറിഞ്ഞു വെക്കുക. രണ്ടാമത്തെ കാര്യം ഇവിടെ മേർജ് ആൻഡ് ഫിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ കണ്ടെത്താനും അതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നാക്കി മാറ്റാനും ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി മുകളിലായിട്ട് മേർജ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കാണാം എൻ്റെ ഒരു നമ്പർ ഇവിടെ 2 ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് രണ്ട് തവണ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരേ പേരിൽ ഞാനിവിടെ 2 നമ്പറാണ് സേവ് ചെയ്തിരിക്കുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ ഒരാളുടെ പേരിൽ 2 നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ച് മേർജ് ചെയ്ത് ഒരൊറ്റ നമ്പറാക്കി മാറ്റാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ നമ്പർ ഒരേ നമ്പർ തന്നെ 2 തവണ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ 2 നമ്പർ, എൻ്റെ സുഹൃത്തിൻ്റെ 2 നമ്പർ, വ്യത്യസ്ത നമ്പർ, നാട്ടിലുള്ള നമ്പറും UAE നമ്പറും 2 നമ്പർ ഞാൻ ഒരേ പേരിൽ സേവ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് 2 നമ്പർ ഒരുമിച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ മേർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാക്കി മാറ്റാൻ സാധിക്കും. ഇനി ഒന്നിൽ കൂടുതൽ കോൺടാക്റ്റുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ താഴെ ഭാഗത്ത് ഏറ്റവും താഴെ മേർജ് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കോൺടാക്റ്റ് നിങ്ങൾക്ക് ഒരൊറ്റ കോൺടാക്റ്റാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ബിൻ എന്നുള്ള ഓപ്ഷൻ. പലപ്പോഴും നമ്മൾ കോൺടാക്റ്റ് നമ്പർ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോകും. പല ആളുകളും പറയാറുണ്ട് കോൺടാക്റ്റ് നമ്പർ ഡിലീറ്റ് ആയിപ്പോയി, അതെങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്ന ബിൻ എന്ന ബോക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് കാണാനും അത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓർക്കുക, ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് 30 ദിവസം മാത്രമേ ഈ ഒരു ബിൻ എന്ന ബോക്സിനകത്ത് കാണാൻ സാധിക്കുള്ളൂ. 30 ദിവസത്തിന് ശേഷം ഇവിടെ നിന്നും ആ കോൺടാക്റ്റ് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയ കോൺടാക്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഒട്ടനേകം ഫീച്ചർ ഇതിനകത്ത് നമുക്ക് ലഭ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.